ഇത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ മനസ്സിലാക്കണം. ഉയിർപ്പിന്റെ വ്യാപാര ശക്തി, പവർ ഓഫ് റിസറക്ഷൻ, അതാണ് സത്യവിശ്വാസികളുടെ മേൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഇരുട്ടിന്റെ ശക്തികളാണ്, അന്ധകാര പ്രവൃത്തികളാണ്. ദുഃഖവെള്ളിയാഴ്ച നമസ്കാരമൊക്കെ നിങ്ങൾ നീട്ടിച്ചൊല്ലി. എല്ലാം സുറിയാനി പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെ നിങ്ങൾ മോഷ്ടിച്ച് അപഹരിച്ച് ആലപിക്കുകയായിരുന്നു. ലോക ചരിത്രത്തില് വേറൊരു സഭയുമില്ല പ്രാർത്ഥനകളെ അപഹരിച്ച് ആലപിക്കുന്നത്. അപ്പൊ അപഹരിച്ച് ആലപിച്ച് അവർ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്തു? നരകത്തിന്റെ വക്താക്കളായി, ഇരുട്ടിന്റെ പ്രവർത്തകരായി, ഇരുളിന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. എന്തിനാണ് ആ മോന്റെ ശവം അടക്കുന്നതിനെ തടഞ്ഞത്? അതിനകത്ത് എന്ത് ന്യായീകരണമാണുള്ളത്? എന്ത് നീതീകരണമാണുള്ളത്? എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണുള്ളത്? ഒന്നുമില്ല. അവന്റെ കല്ലറയിൽ കൊണ്ട് ആ ബോഡി അടക്കി കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല, എല്ലാം ദ്രവിച്ചു പോകും, പ്രകൃതിയോട് വിലയം പ്രാപിക്കും. അപ്പോ ഇവർക്കൊരു സൂക്കേട്, യാക്കോബക്കാരനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കണം, ഈ ഒരു ഓപ്പറേഷനിലൂടെ ഇവരെ കൂടെ വരുത്താം, കീഴ്പ്പെടുത്താം എന്നൊക്കെയാണ് ചിന്ത. ഒരിക്കലും നടക്കില്ല, ഒരിക്കലും നടക്കില്ല. ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എത്ര ശ്രമിച്ചാലും, കാരണം നിങ്ങൾക്ക് പൗരോഹിത്യമില്ല, കൈവപ്പില്ല, പ്രോപ്പറായിട്ടുള്ള കൈവപ്പില്ല, അപ്പോസ്തോലിക പിന്തുടർച്ചയില്ല. അങ്ങനെ ഒരു സഭയിൽ വന്ന് നിൽക്കാൻ ഇവരെ കിട്ടില്ല. ഇതാണ് പ്രശ്നം. നിങ്ങളോട് ആരോടുള്ള വ്യക്തിപരമായ ഒരു വിരോധവുമല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവത്തിലും ഇന്ത്യൻ ഓർത്തഡോക്സ് പീപ്പിൾ ആർ ഫാർ ബെറ്റർ ദാൻ ജാക്കോബൈറ്റ് പീപ്പിൾ. ദേ ആർ സോ നൈസ്. ഇത് ഞാൻ പേഴ്സണൽ ടെസ്റ്റിമണി പറയുന്നത്. ദേ ആർ നൈസ് പീപ്പിൾ. നല്ലതാണ്, സംസാരിക്കാനും ഇടപെടാനും ഒക്കെ നല്ല ആളുകളാണ്. യാക്കോബക്കാർ ഭൂരിഭാഗവും മൊശടന്മാരാണ്, അല്ലെ മൊരടന്മാരാണ്. ഒരു ഇതുമില്ല, ഒരുമാതിരി കാട്ടുപോത്ത് പോലെയാണ്, മൂളുന്നത്, ഒരു ഇതുമില്ല. പക്ഷെ ദേ ആർ സോ നൈസ്. പക്ഷെ എന്താ പ്രശ്നം? നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ല. ഇല്ല, പൗരോഹിത്യം ഇല്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ യാക്കോബക്കാര് യഥാർത്ഥത്തിൽ പൗരോഹിത്യമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് തങ്ങളുടെ മോന്റെയോ ഭർത്താവിന്റെയോ പിതാവിന്റെയോ ഒക്കെ ശവം സംസ്കരിക്കുവാനും അവിടെ ഉയർപ്പിന് കാരണമാകുന്ന ജീവദായകമായ തൈലം ഒഴിക്കുന്നതൊക്കെ ഒരു പൗരോഹിത്യമുള്ള പുരോഹിതനായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല, നിങ്ങളോട് ആരോടും പിണക്കം ഉണ്ടായിട്ടൊന്നുമല്ല. ഇന്ത്യൻ ഓർത്തഡോക്സിലെ വൈദികരൊക്കെ മനസ്സിലാക്കണം, നിങ്ങളൊക്കെ സൗന്ദര്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഉടയാത്ത ഉടുപ്പിടുന്നവരും കൃത്യമായി ചൊല്ലുന്നവരും നല്ല ഈണമുള്ളവരും നല്ല താളമുള്ളവരും ഒക്കെയാണ്. നിങ്ങളോട് ആരോടും ഞങ്ങൾക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല, വിയോജിപ്പും ഇല്ല. എനിക്കാണ് ഒട്ടുമില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ് ഓർത്തഡോക്സിലെ അച്ഛന്മാർ. പക്ഷെ നിങ്ങൾക്ക് പൗരോഹിത്യം. ഇതാണ് പ്രശ്നം. നിങ്ങൾ അതൊന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ സഭയിലെ പ്രശ്നം തീരും. നിങ്ങൾക്ക് പൗരോഹിത്യം ഇല്ല. അതാണ് അൺഫോർച്ചുനേറ്റ്ലി. യു ആർ ജസ്റ്റ് ഇമിറ്റേറ്റേഴ്സ് ആൻഡ് ഇമ്പോസ്റ്റേഴ്സ്. നിങ്ങൾ അനുകരിക്കുന്നു എന്നേ ഉള്ളൂ. ആ പ്രാർത്ഥന അതേപടി ചൊല്ലുന്നു. അതുകൊണ്ട് അർത്ഥമില്ല. അതാണ് ഈ പ്രശ്നം. കട്ടച്ചറ കണ്ട സംഘർഷം പൊതുസമൂഹം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആ സംഘർഷം ഉണ്ടായത്? ആ സംഘർഷം ഉണ്ടായതിന്റെ കാരണം പൗരോഹിത്യം. ഇന്ത്യൻ ഓർത്തഡോക്സിലെ അച്ഛനോട് അവിടെ അടക്കാൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല, തടസ്സമില്ല, പുള്ളി വന്ന് അടക്കും. പക്ഷെ അത് ഇവർക്ക് പറ്റുമോ? ഇവർക്ക് പറ്റില്ല. കാരണം അദ്ദേഹം സുറിയാനി സഭയുടെ വിശ്വാസ രീതികളനുസരിച്ച് ആ ഓർത്തഡോക്സിലെ അച്ഛന്മാർക്ക് പൗരോഹിത്യം ഇല്ല. ആ പ്രശ്നം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇത് തുറന്നു പറയാൻ, ഇതിങ്ങനെയാണ് എന്ന് പറയുവാൻ യാക്കോബായ സഭയില് ആർക്കും പറ്റുന്നുമില്ല. യാക്കോബായ സഭയിലെ ഏതെങ്കിലും മെത്രാച്ചൻ പറയൂ? യാക്കോബായ സഭയിലെ ബാവാതിരുമേനി പറയുവോ ഇന്ത്യൻ ഓർത്തഡോക്സ് പൗരോഹിത്യത്തിൽ? പറയില്ല. കാരണം അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുകയാണ്. പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്, അത് ശരിയാണ്, അവരൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ്. സോ അവർക്ക് പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രശ്നം. മനസ്സിലായി? ഉള്ള കാര്യം പറയണ്ടേ. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ്. ഇപ്പൊ ചാകാൻ പോവാണേലും ചാകാൻ പോവാന്ന് പറയത്തില്ല. കാരണം ഇത് പറയത്തില്ല, ഇത് മരിച്ചു പോകുന്നു ഉള്ള കാര്യം. മനസ്സിലായോ? യാക്കോബാക്കാർ വാ തുറന്ന് പറയണം ഇതിന്റെ പ്രശ്നം എന്താണ്. ഇന്ത്യൻ ഓർത്തഡോക്സുകാരോട് പറയണം, ബന്ധുക്കളോട് പറയണം, സുഹൃത്തുക്കളോട് പറയണം, മുഖത്ത് നോക്കി പറയണം, അച്ഛന്മാരോട് പറയണം, മെത്രാന്മാരോട് പറയണം, ബാവാതിരുമേനി പറയണം. നിനക്ക് പൗരോഹിത്യം ഇല്ല, അതാണ് പ്രശ്നം. എന്തോ പറയാൻ പറ്റാത്ത.
പറയാൻ പറ്റാത്ത പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അയ്യോ അതെങ്ങനെയാ പറയുന്നത്? പറയാൻ പറ്റില്ല, പൊതിഞ്ഞു വെക്കുക. പക്ഷെ എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയും നിനക്ക് പൗരോഹിത്യം ഇല്ല, അതാണ് പ്രശ്നം. പൗരോഹിത്യം ഇല്ല, മനസ്സിലായോ? ഓർത്തഡോക്സുകാർക്ക്, ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് പൗരോഹിത്യം ഇല്ല. എന്തെങ്കിലും പൗരോഹിത്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് അത് ഉരിയപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും മേടിച്ചിട്ട് പറയണത് ഇതാണ് ഞങ്ങളുടെ പൗരോഹിത്യം. ഇന്ത്യൻ ഓർത്തഡോക്സ് അച്ഛന്മാർക്കും മെത്രാച്ചന്മാർക്കും പൗരോഹിത്യമില്ല. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് കിട്ടി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന പൗരോഹിത്യം അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉരിയപ്പെട്ടു പോയിട്ടുണ്ട്. അത് കോടതി പറഞ്ഞു പോയില്ലെന്ന് പറഞ്ഞാൽ കോടതി അല്ലല്ലോ പൗരോഹിത്യം തന്നെ. അതുപോലെ തന്നെയാണ് ചിങ്ങവനത്തെ സേവോറിയസ് മെത്രാച്ചനും പൗരോഹിത്യം ഉണ്ട്, കോടതി പറഞ്ഞു, ജില്ലാ കോടതി നിന്ന് ഉറപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ജില്ലാ കോടതി നിന്ന് ഉറപ്പിച്ചതല്ല പൗരോഹിത്യം. പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള പൗരോഹിത്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് യാക്കോബായക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് പൗരോഹിത്യമുള്ള ഒരു പുരോഹിതൻ വേണം ഈ സൈത്ത് അവിടെ ഒഴിക്കാനെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാണ് ആ മോന്റെ ശവം ഈ കഴുകന്മാരെ കൊണ്ട് അടക്കിക്കാതിരുന്നത്.